പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം. സഭാദിന സ്തോത്ര ആരാധനയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 134 വർഷമായി ഈ ദൈവാലയത്തിലെ ആരാധനകളിലും കൂട്ടായ്മ ജീവിതത്തിലും നമ്മോട് കൂടെ ഉണ്ടായിരുന്ന ദൈവത്തിന് സ്തോത്രം. കൊറോണ വൈറസ് നിമിത്തമുണ്ടായിരിക്കുന്ന മഹാമാരിയെ തുടർന്ന് ദൈവാലയ ആരാധനകളിൽ നമുക്ക് ഒരുമിച്ച് കൂടിവരുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ നല്ല നാൾ നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നതിനായി യൂട്യൂബ് വഴി ഇപ്രകാരം ഒരു ആരാധന ക്രമീകരിപ്പാൻ സഹായിച്ച ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. വിശുദ്ധനായ ദൈവത്തെ സന്തോഷത്തോടെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനും ഞങ്ങളുടെ പരിപാലകനുമായ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ ശാന്തവും അനുഗ്രഹീതവുമായ ദിനത്തിൽ സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അങ്ങയിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഈ ആലയത്തെ കഴിഞ്ഞ 134 വർഷം ദൈവം അതിശയകരമായി കാത്തു പരിപാലിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. 135-ാം സഭാദിന നാളിൽ ഒരു സ്തോത്ര ആരാധനയായി അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നുവല്ലോ. ഈ ആലയത്തിലെ മുഴുവൻ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. കഴിഞ്ഞ നാളുകളിൽ ഈ ആലയത്തിലൂടെ ഈ പ്രദേശത്തിനാകമാനം ലഭിച്ച ദൈവിക വെളിച്ചത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ആരാധനയിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാനും അങ്ങയുടെ ആത്മാവിന്റെ കൃപ അടിയങ്ങൾ അനുഭവിപ്പാനും സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. ഇപ്പോൾ ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനും ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനുമായി എൻ ദൈവം രാജൻ നീ തന്നെ എന്ന ഗീതം ആലപിക്കും.
നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തുതിത്താനി നമുക്ക് പ്രതിവാക്യമായി ചൊല്ലാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവിടുത്തെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ ദൈവമായ യഹോവയെ, അവിടുന്ന് ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും അവിടുന്ന് ധരിച്ചിരിക്കുന്നു. യഹോവയെ സ്തുതിക്കുവിൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. യഹോവ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. യഹോവയെ സ്തുതിക്കുവിൻ, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. ദൈവം തന്റെ അത്ഭുതങ്ങൾക്കൊരു ജ്ഞാപകം ഉണ്ടാക്കിയിരിക്കുന്നു. യഹോവ കൃപയും കരുണയും ഉള്ളവൻ തന്നെ. സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പിൻ, സകല വംശങ്ങളുമായുള്ളവരെ ദൈവത്തെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള ദൈവത്തിന്റെ ദയ എത്ര വലുതായിരിക്കുന്നു! യഹോവയുടെ വിശ്വസ്ത എന്നേക്കുമുള്ളത്. യഹോവയെ സ്തുതിപ്പിൻ. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യെരൂശലേമേ, ഞങ്ങളുടെ കാലുകൾ അങ്ങയുടെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു. ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയ നിമിത്തം ഞാൻ അങ്ങയുടെ നന്മ അന്വേഷിക്കും. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. ജീവന്റെയും സ്നേഹത്തിന്റെയും ആത്മാവായ ദൈവമേ, ഞങ്ങളുടെ സൃഷ്ടാവും വീണ്ടെടുപ്പുകാരുമായ കർത്താവേ, സത്യമായി അങ്ങേ ആരാധിക്കുവാനുള്ള വിവേകത്തിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. തിരുഹിതം നിറവേറ്റുവാനുള്ള ധൈര്യത്തെ പ്രദാനം ചെയ്ത് ഞങ്ങളെ പുതുക്കണമേ. സൈന്യങ്ങളുടെ യഹോവേ, അങ്ങയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ മഹാദേവമല്ലോ, അവിടുന്ന് സകല ദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. ആമേൻ. പശ്ചാത്തപിക്കുന്നവർക്ക് പാപക്ഷമയും നുറുങ്ങിയ ഹൃദയമുള്ളവർക്ക് നിത്യജീവനും നൽകുന്ന ദൈവപുത്രൻ നമ്മെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് അനുതപിച്ച് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തി ചെയ്യുക. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്നെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങിക്കൊള്ളും. നമുക്ക് ദൈവസന്നിധിയിൽ വിനയപ്പെടാം. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെയും ബലഹീനതകളെയും ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ ആലയത്തിലെ കൂട്ടായ്മകളെ അലംഭാവത്തോടെ കരുതിയ സന്ദർഭങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ ക്ഷമായാചനം നടത്താം. ഒരു സഭയായി ക്രിസ്തുവിന്റെ ശരീരമായി ഞങ്ങൾ ചെയ്യുന്ന കടമകളെ നിർവഹിക്കാതെ ആലസ്യം കാണിച്ചത് ഓർത്ത് ദുഃഖിക്കുന്നു. മനഃപൂർവമായി ആരാധനകളെ അലക്ഷ്യമാക്കിയ ഞങ്ങളോട് ക്ഷമിക്കണമേ. തിരുസഭയുടെ ശുശ്രൂഷകളിൽ എന്റെ പങ്ക് യഥായോഗ്യം നിർവഹിക്കാതിരുന്ന എന്നോട് കരുണയുണ്ടാകണമേ. അനാഥരെയും രോഗികളെയും നിസ്സഹായരെയും സംരക്ഷിക്കുന്നതിൽ ഞങ്ങൾ വരുത്തിയ പിഴവിന് മാപ്പേകണമേ. ഞങ്ങളുടെ ആരോഗ്യവും സമയവും ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാത്തതിനെ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. ലോകസുഖങ്ങളിൽ ശ്രദ്ധ വെച്ച് ദൈവ തേജസ്സിൽ നിന്ന് അകന്നുപോയ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും അന്തസ്സിനും എതിരായ ഭീഷണികളെ നേരിടുന്നതിൽ ഞങ്ങൾ വരുത്തിയ വീഴ്ചകളെ ഓർത്ത് ദുഃഖിക്കുന്നു. സഹപൗരന്മാരുടെ ജീവസംരക്ഷണത്തിൽ വരുത്തിയ പിഴവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ പിഴകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ആമേൻ. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, ദൈവത്തിന്റെ കാരുണ്യം മുൻനിർത്തി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ആത്മീയ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് സ്വീകാര്യവും ജീവനുള്ള ബലിയായി സമർപ്പിക്കുക. ഈ ലോകത്തിന് അനുരൂപരാകാതെ നിങ്ങളുടെ മനസ്സിനെ നവീകരിച്ച് രൂപാന്തരപ്പെട്ട് ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുക. സ്വാതന്ത്ര്യത്തിനായി ഞങ്ങളെ സ്വതന്ത്രരാക്കിയ ദൈവമേ, അങ്ങേക്ക് സ്തോത്രം. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്ത് നാളിൽ പ്രത്യാശയോടും ഐക്യത്തോടും കാത്തിരുന്ന സഭയ്ക്ക് അങ്ങയുടെ പരിശുദ്ധാത്മദാനത്തെ നൽകിയ ദൈവമേ, ഇവിടെ അങ്ങേ ആരാധിക്കുന്നവരായ ഞങ്ങളെ അത്ഭുതകരമായ വിധത്തിൽ CSI മംഗലത്തുകോണം സഭയായി കൂട്ടിച്ചേർത്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയിൽ നിന്നും വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുവാനും അങ്ങേക്കായി വലിയ കാര്യങ്ങൾ ഉദ്യമിപ്പാനും തക്കവണ്ണം ജീവിതത്തിലും ആരാധനയിലും പരിശുദ്ധാത്മാവിന്റെ സഹായം ഞങ്ങൾക്ക് നൽകണമേ.
അങ്ങനെ ഞങ്ങൾ അങ്ങയിൽ ഒന്നായി തീർന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അവിടെ നയിച്ചുവെന്ന് ലോകത്തിന് കാണിച്ചു കൊടുപ്പാൻ കൃപ ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. ആമേൻ. ഇന്നത്തേക്കുള്ള പ്രത്യേക വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1 മുതൽ 7 വരെ. എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും. അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. നീ തലപൊക്കി ചുറ്റും നോക്കുക. അവർ എല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരത്തു നിന്ന് വരും. നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കൽ വഹിച്ചുകൊണ്ട് വരും. അപ്പോൾ നീ കണ്ട് ശോഭിക്കും. നിന്റെ ഹൃദയം പിടച്ച് വികസിക്കും. സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ ചേരും. ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. ഒട്ടകങ്ങളുടെ കൂട്ടവും മിദ്യാനിലെയും ഏഭയിലെയും ചിറ്റൊട്ടകങ്ങളും നിന്നെ മൂടും. ശേബയിൽ നിന്ന് അവരൊക്കെയും വരും. പൊന്നും കുന്തുരുക്കവും അവർ കൊണ്ടുവന്ന് യഹോവയുടെ സ്തുതിയെ ഘോഷിക്കും. കേദാറിലെ ആടുകളൊക്കെയും നിന്റെ അടുക്കൽ ഒന്നിച്ചുകൂടും. നബായോത്തിലെ മുട്ടാടുകൾ നിനക്ക് ശുശ്രൂഷ ചെയ്യും. അവ പ്രസാദമുള്ള യാഗമായി എൻ്റെ പീഠത്തിന്മേൽ വരും. അങ്ങനെ ഞാൻ എൻ്റെ മഹത്വമുള്ള ആലയത്തെ മഹത്വപ്പെടുത്തും. അങ്ങനെ ഞാൻ എൻ്റെ മഹത്വമുള്ള ആലയത്തെ മഹത്വപ്പെടുത്തും. ഇവിടെ തിരുവചന പാഠഭാഗം വായിച്ച് അവസാനിച്ചു. ദൈവമേ, അങ്ങേക്ക് സ്തോത്രമുണ്ടാകട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ ഏറ്റ് പറയാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉത്പാദിപ്പിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന് കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന് വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ദൈവസന്നിധിയിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിച്ച് ഏകാഗ്രതയോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ വിനയപ്പെടാം. നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്നേ നിറയുന്നേ സന്നദ്ധമോടെ സ്തുതി പാടിടുന്നേ ദേവസന്നദ്ധമോടെ സ്തുതി പാടിടുന്നേ മണ്ണേടത്തിലടിയാൻ ജീവിക്കും നാളെന്നും വന്ദനം ചെയ്യും തിരുനാമത്തിലും ദേവവന്ദനം ചെയ്യും തിരുനാമത്തിലും എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടുമേ യേശുപരാ ഇപ്പോഴെന്തു ചെയ്യേണ്ടുമേ യേശുപരാ. നന്ദി കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുന്നപ്പാ, സ്തോത്രം ചെയ്യുന്നു. അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടികർത്താവും പരിപാലകനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നപ്പാ, സ്തോത്രം ചെയ്യുന്നു.
134 വർഷക്കാലം ഞങ്ങളുടെ സഭയെ നടത്തിയ വിധങ്ങൾക്കായി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു കർത്താവെ. ഈ ദേശത്ത് മനോഹരമായ ഒരാലയം കർത്താവെ പൂർവ്വപിതാക്കന്മാരിൽ കൂടെ അടിയങ്ങൾക്ക് ലഭിച്ചു കർത്താവെ. മാതൃകയുള്ള ഒരു സഭയായിരിക്കാൻ തക്കവണ്ണം ദൈവം ഇന്നയോളം വരെ പരിപാലിച്ചിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നപ്പാ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള കർത്താവെ, ദൈവം ഞങ്ങൾ നടത്തുന്ന വിധങ്ങൾക്കായി നന്ദിയപ്പ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഞങ്ങളുടെ സഭയെ നടത്തിയ ശ്രേഷ്ഠ പുരോഹിതർക്കായി, അവരുടെ കുടുംബങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ മഹത്തായ സേവനം ഞങ്ങളുടെ സഭയ്ക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഏറ്റവും അനുഗ്രഹമായി കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നപ്പാ, സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ചന്തമായി ഞങ്ങളുടെ സഭയെ നടത്തിയല്ലോ കർത്താവെ. ഇത്രത്തോളം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചില്ല കർത്താവെ. കൂടാനുകൂടി സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നപ്പാ. ദൈവമേ, ഞങ്ങളുടെ ആലയത്തിൽ നിന്ന് കർത്താവെ ഞങ്ങൾക്ക് മിഷൻ കർത്താവെ 3 ആലയങ്ങൾ പണിയുവാൻ തക്കവണ്ണം സർവശക്തൻ ഞങ്ങളെ സഹായിച്ചു. ദൈവം ഞങ്ങളുടെ സഭയെ ഇത്രത്തോളം വളർത്തി അനുഗ്രഹിച്ചു. കർത്താവിന് നന്ദി പറയുന്നു കർത്താവെ. ദൈവമേ, ഈ നാളുകളിൽ കർത്താവെ ഞങ്ങൾക്ക് ആലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവെ സാധിക്കുന്നില്ല അപ്പാ. അതെത്രയും വേഗം ദൈവമേ ഞങ്ങൾക്കത് അങ്ങേ ആരാധിപ്പാൻ തക്കമുള്ള സാഹചര്യം ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കോവിഡിൻ്റെ പ്രയാസത്താൽ കർത്താവെ വളരെ ഭാരത്തോടെ നിരാശയോടെ ഭയവികലരായി കർത്താവെ ജനങ്ങൾ കഴിയുന്നപ്പാ. ദൈവമേ, ഈ രോഗാണുവിനെ അങ്ങ് നശിപ്പിച്ച് കളയണേ അപ്പാ. അങ്ങറിയാതെ വന്നതല്ലല്ലോ അപ്പാ. ദൈവമേ, ഈ ഭൂമിയിൽ അയച്ചിരിക്കുന്ന ഈ രോഗാണുവിനെ ദൈവമേ അഗ്നി അയച്ച് എരിച്ച് കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ, എല്ലാ മനുഷ്യജാതികളെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ വളരെയധികം ഭയവികലരായി കർത്താവെ ഭവനങ്ങളിലായിരിക്കുന്ന ഈ നാളുകളിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ടങ്ങ് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഭയെ നടത്തുന്ന ശ്രേഷ്ഠ പുരോഹിതനായി കുടുംബത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നപ്പാ. അച്ഛൻ്റെ കർത്താവെ മഹത്തായ സേവനം ഞങ്ങളുടെ സഭയെ ഇത്രത്തോളം ദൈവം നടത്തിയിരിക്കുന്നുവല്ലോ അപ്പാ. അനുഗ്രഹിച്ചിരിക്കുന്നു കർത്താവെ. നന്ദി കർത്താവെ, നന്ദി. ഞങ്ങളുടെ ഭവനങ്ങളൊക്കെയും അനുഗ്രഹിച്ചിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ തങ്കക്കരങ്ങളിൽ ഞങ്ങളെയൊക്കെയും വഹിച്ചുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആലയത്തിൻ്റെ ആവശ്യതകൾ എൻ്റെ സർവശക്തൻ അറിയാൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾക്ക് സഭാദിനമായി ആഘോഷിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് സാധിച്ചില്ല കർത്താവെ. എന്നാലും അങ്ങയുടെ സന്നിധിയിലിരുന്ന് ചെറുകൂട്ടമായി അടിയങ്ങൾക്ക് അങ്ങേ ആരാധിപ്പാൻ തക്കവണ്ണം മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന വലിയ അനുഗ്രഹത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നപ്പാ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയിലുള്ള സഭാ കമ്മിറ്റിക്കായി ദൈവത്തിന് നന്ദി പറയുന്നപ്പാ. സംഘടനാ ഭാരവാഹികൾക്കായി നന്ദി പറയുന്നു കർത്താവെ. അപ്പാ, ഞങ്ങളുടെ ചർച്ച് കൊയറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. എല്ലാറ്റിനും നന്ദി പറയുന്ന കർത്താവെ. ദൈവമേ അപ്പാ, അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അങ്ങയുടെ സന്നിധിയിൽ അടിയങ്ങൾ താഴ്ത്തി തരുന്ന കർത്താവെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. എൻ്റെ ദൈവമേ, രോഗികളായിട്ട് ദുഃഖിരായിട്ട് ബലഹീനരായിട്ട് അവശരായിട്ട് കഴിയുന്നവരുണ്ട് കർത്താവെ. ദൈവമേ, അവരുടെ രോഗങ്ങൾ മാറി കഷ്ടതകൾ മാറി കർത്താവെ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം അവിടെ നിന്ന് മനസ്സലിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വാർദ്ധക്യത്തിൻ്റെ ക്ഷീണത്താൽ വളരെ ഭാരത്തോടെ കഴിയുന്ന ഭവനങ്ങളിൽ കഴിയുന്ന മക്കളുണ്ടപ്പാ. വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല കൈവിടുകയില്ല എന്നരുളി ചെയ്ത കർത്താവെ. വാർദ്ധക്യത്തിൻ്റെ കർത്താവെ അങ്ങ് അവരെ തളർന്നു പോകാതെ അങ്ങ് താങ്ങിക്കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിൽ എത്ര നാൾ ജീവിക്കുന്നോ കർത്താവെ, അത്രയും നാൾ അവരെ ആരോഗ്യത്തോടെ ജീവിപ്പാൻ സന്തോഷത്തോടെ ജീവിപ്പാൻ സർവശക്തൻ അവിടെ നിന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും ഞങ്ങളുടെ സന്നിധിയിൽ തരുന്ന കർത്താവെ. വിദ്യാഭ്യാസം ചെയ്യുന്ന ചെറുതും വലുതായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, നാളുകളിൽ ഭവനത്തിലായിരിക്കുമ്പോൾ കർത്താവെ അച്ചടക്കത്തോടെ ചിട്ടയോടെ മക്കളായിരിക്കാൻ തക്കവണ്ണം
പ്രാർത്ഥന ജീവിതം നയിപ്പാൻ തക്കവണ്ണം കർത്താവെ തങ്ങളുടെ പാഠങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം അതിനുള്ള ശക്തിയും ബുദ്ധിയും അനുസരണത്തിലും കർത്താവെ അവർ ജീവിപ്പാൻ തക്കവണ്ണം അവിടെ നിന്ന് കൃപ ചെയ്യുമാറാകണമേ എന്ന് ഏറ്റവും വിനയമായി താഴ്മയായി അടിയങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ കുടുംബങ്ങളെ അപ്പനെ അനുഗ്രഹിക്കണമേ. അപ്പം ആ കുടുംബങ്ങൾ കർത്താവെ പ്രാർത്ഥനയും പാട്ടുമുള്ള കുടുംബങ്ങളായിരിക്കാൻ, പ്രഭാതത്തിലും സന്ധ്യാസമയത്തിലും ദൈവത്തെ പാടി സ്തുതിക്കുന്ന പ്രാർത്ഥനയുള്ള കുടുംബങ്ങളായിരിക്കാൻ തക്കവണ്ണം അവിടെ നിന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇയ്യോബിൻ്റെ ഭവനത്തെ വേലികെട്ടി സൂക്ഷിച്ച പോലെ ഞങ്ങളുടെ കുടുംബങ്ങളെ അപ്പൻ വേലികെട്ടി സൂക്ഷിക്കുമാറാകണമേ. അങ്ങയുടെ തങ്കക്കരങ്ങളിൽ ഞങ്ങളെ കുടുംബങ്ങളെ അങ്ങ് വഹിച്ചു കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നരുളി ചെയ്ത കർത്താവേ, സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം ഞങ്ങളെ ഭവനങ്ങളിൽ ഉണ്ടാവുക എന്നൊക്കെ വണ്ണം അവിടെ നിന്ന് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ, പ്രഭാതത്തിലും സന്ധ്യാസമയത്തിലും ദൈവത്തെ പാടി സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളെയൊക്കെ സഹായിക്കുമാറാകണമേ. അലസതകളെല്ലാം മാറ്റി അപ്പൻ്റെ സന്നിധിയിൽ താഴ്മയോടെ ആയിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളെ ദേശത്തെ ദൈവം അനുഗ്രഹിക്കുമാറാണമേ. ദേശത്തിലെ ജനങ്ങളെ അനുഗ്രഹിക്കണം കർത്താവേ. ദൈവമേ, നാളുകളിൽ ഭയപ്പെടുന്ന രോഗത്തിൽ നിന്നൊക്കെയും ഞങ്ങളെ ദേശത്തെ ഇത്രത്തോളം അങ്ങ് സംരക്ഷിച്ചിരിക്കുന്നുവല്ലോ അപ്പ. പൊൻതൂവൽ കൊണ്ടങ്ങ് മറച്ചുവല്ലോ കർത്താവേ. അപ്പ നന്ദി കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടതിനാൽ നന്ദി പറയുന്നു കർത്താവേ. ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചതിനാൽ നന്ദി പറയുന്നു കർത്താവേ. അപ്പാ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ എളിയ യാചന കേൾക്കണം പരിശുദ്ധ നല്ല പിതാവേ. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാര്യം ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയെ കടത്താതെ സകലദോഷങ്ങൾ നീക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതല്ലോ. ആമേൻ. ഈ അവസരം നമുക്ക് ഒരു ഗാനം ശ്രവിക്കാം.
അതിശയമായി നമ്മെ പുലർത്തി. പുലരും വരെയും കരുണയും ചിറകിൽ മറച്ചു. തിരുക്കരത്താൽ നമ്മെ വഹിച്ചു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ സഭ 135ാമത് സഭാദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ദൈവനാമത്തിലുള്ള സ്നേഹവും സന്തോഷവും എല്ലാവിധ ആശംസകളും ഏവർക്കും ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. ഈ സഭയുടെ ഒരു ലഘു ചരിത്രം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഇടവക അക്കൗണ്ടൻ്റായി ഈ നാളുകളിൽ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്ന ശ്രീ ജസ്റ്റിൻ ഗമാലിയൽ സാറിനെ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മംഗലത്തുകോണം CSI സഭയുടെ 135ാം സഭാദിനം 2020 മെയ് 8-ാം തീയതി ഒരു സ്പെഷ്യൽ ആരാധനയായി നടത്തുവാൻ സഹായിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാനാജാതി മതസ്ഥരുടെ മധ്യത്തിൽ ഒരു സാക്ഷ്യമുള്ള സഭയായി 134 വർഷക്കാലമായി അനുദിനം ഭൗതികമായും ആത്മീയമായും വളർത്തി ഉന്നതങ്ങളിൽ നിർത്തിയിരിക്കുന്ന ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സഭാ ശുശ്രൂഷകരെയും സഭാ കമ്മിറ്റികളെയും സഭാ വിശ്വാസികളെയും അവരുടെ പ്രാർത്ഥനകളെയും നന്ദിയോടെ ഓർക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സാന്നിധ്യം കൊണ്ടും ദൈവീയ നിയോഗത്താൽ നമ്മോടൊപ്പം പ്രവർത്തിച്ച റവറൻ SJ സുനിൽകുമാർ അച്ഛൻ്റെ ആത്മീയ ശുശ്രൂഷകൾ നമുക്ക് അനുഗ്രഹമായിരുന്നു. വെങ്ങാനൂർ ഉച്ചക്കട സ്വദേശിയായ അർക്കനാശാൻ ആരംഭിച്ച കുടിപ്പള്ളിക്കുടം 1886 ലണ്ടൻ മിഷണറിയായ റവറൻ സാമുവൽ മെറ്റിയറുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ട് വിദ്യാഭ്യാസം ഊർജിതമാക്കുകയും തുടർന്ന് കുടിപ്പള്ളിക്കുടത്തിൽ വച്ച് ആരാധനയും ആരംഭിക്കുകയുണ്ടായി. പനാറക്കുന്ന്, പെരിങ്ങമല, കൊടിയന്നൂർക്കോണം എന്നിവിടങ്ങളിലെ വിശ്വാസികളാണ് ആദ്യകാലങ്ങളിൽ ആരാധനയിൽ പങ്കെടുത്തിരുന്നത്. 1912 വരെ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയത് മനാശെ ഉപദേശിയായിരുന്നു. 1915 LMS LP സ്കൂൾ സ്ഥാപിക്കപ്പെട്ടു. തുടർന്ന് ദൈവമക്കളിലൂടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചേർന്നു. മിഷണറിമാരിലൂടെ നമ്മുടെ പൂർവികർ ക്രിസ്തുവിനെ അറിയുകയും അനുഭവിക്കുകയും ചെയ്തതുപോലെ സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി 3 മിഷണറിമാരെ അയക്കുവാൻ സഭയ്ക്ക് കഴിഞ്ഞു. മിഷൻ ഫീൽഡുകളിൽ വിശ്വാസികൾക്ക് ആരാധിക്കുവാൻ 3 ആലയങ്ങൾ പണിതു നൽകി. ഇപ്പോൾ 4ാമത്തെ ആലയം നിർമ്മിക്കുവാനുള്ള ഒരുക്കത്തിലാണ്. നടപ്പ് വർഷത്തിൽ സഭാ ആരാധനകൾ സൺഡേ സ്കൂൾ, സ്ത്രീജന സംഘടന, യുവജന സംഘടന, ബാലജന സംഘടന, മെൻസ് ഫെലോഷിപ്പ് തുടങ്ങിയവ വിവിധ ദൈവമക്കളുടെ നേതൃത്വത്തിൽ നടന്നു വരവേ കൊറോണ വൈറസിന്റെ വ്യാപനത്താൽ ആരാധനകൾ നിർത്തിവച്ചിരിക്കുന്നു. എത്രയും വേഗം ആരാധനകൾ ആരംഭിക്കുവാൻ കഴിയുമെന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നു. ആരാധനകൾ നിർത്തിവച്ചിരിക്കുന്ന ഈ നാളുകളിൽ യൂട്യൂബിലൂടെ ഞായറാഴ്ചകളിൽ ആരാധന നടത്തുന്നതിനും ഇന്ന് സഭാദിനത്തിൽ ഇപ്രകാരം ആരാധന ജനത്തിന് നൽകുന്നതിനും വേണ്ടി പ്രവർത്തിച്ച ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സഭാദിന ആശംസകൾ നൽകുന്ന റവറൻ സോമൻ അച്ഛനെ സ്വാഗതം ചെയ്യുകയും സഭയുടെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ലോക്ക്ഡൗൺ കാലത്ത് ആവശ്യത്തിലിരുന്ന സഭാജനങ്ങൾക്ക് പലവ്യഞ്ജന കിറ്റും പച്ചക്കറി കിറ്റും എത്തിക്കുവാൻ കഴിഞ്ഞു. അതിനുവേണ്ട സഹായങ്ങൾ നൽകിയവരെയും അത് ജനങ്ങളിൽ എത്തിക്കുവാൻ സഹായിച്ചവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ വരെ സഭാജനത്തെ ക്രിസ്തുവിൽ നടത്തിയവരെ അവിടുന്ന് പരിപാലിച്ചതിനായി സ്തോത്രം. തുടർന്ന് സഭയെ നടത്തേണ്ടവരെ അങ്ങ് നിയോഗിച്ച് സഭ ഈ ദേശത്തിൻ്റെ വിളക്കായി മറ്റുള്ളവർക്ക് പ്രകാശം പകരുവാനും ഈ ദേശം ക്രിസ്തുവിൻ്റെ ദേശമായി തീരുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
എല്ലാവിധ സഭാദിന ആശംസകളും നേരുന്നു. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ഏറ്റവും ബഹുമാന്യനായ സഭാ സെക്രട്ടറി, സഭാ അക്കൗണ്ടന്റ്, സഭാ കമ്മിറ്റി അംഗങ്ങൾ, ചർച്ച് കൊയർ, ഈ സഭയിലെ വിവിധ സംഘടനകളായ സൺഡേ സ്കൂൾ, യുവജന സഖ്യം, ബാലജന സഖ്യം, സ്ത്രീജന സഖ്യം, മെൻസ് ഫെലോഷിപ്പ് എന്നിവയുടെ ഭാരവാഹികളെ, ഈ സഭയിലെ ഏറ്റവും പ്രിയങ്കരായ ദൈവമക്കളെ, നമ്മുടെ സഭയുടെ കപ്യ സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എല്ലാവിധ ദൈവകൃപയും ഞാൻ ഈ അവസരം നേരുന്നു. CSI ദക്ഷിണ കേരള മഹായിടവകയിൽ വെങ്ങാനൂർ ഡിസ്ട്രിക്റ്റിലെ ചരിത്ര പ്രസിദ്ധമായ ഒരു ദൈവാലയമാണ് മംഗലത്തുകോണം CSI ഇടവക. ഒരു ജനതയെയും ദേശത്തെയും അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തിയ ചരിത്രമാണ് ഇടവകയുടേത്. മിഷണറി വര്യനായ സാമുവൽ മെറ്റിയർ അവர்களுടെയും ആർക്കനാശാൻ തുടങ്ങിയ കുടിപ്പള്ളിക്കൂടം പിൽക്കാലത്ത് ഒരു ആരാധനാലയമായി രൂപാന്തരപ്പെട്ട ചരിത്രം നാം വായിച്ചു കേട്ടുവല്ലോ. 134 വർഷം പിന്നിടുമ്പോൾ ഓർമ്മിക്കാനും സ്തോത്രം അർപ്പിക്കാനും നിരവധി വസ്തുതകൾ. മെയ് ആദ്യ ആഴ്ച നമ്മുടെ ഇടവക സഭാദിന വാരാഘോഷമായി ആഘോഷിക്കുന്ന സന്ദർഭമാണ്. എന്നാൽ ലോകം മുഴുവനും COVID-19 ബാധയാൽ നമ്മുടെ ആരാധനകൾ താൽക്കാലികമായി ഒരുമിച്ച് കൂടി വരുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കുകയും യൂട്യൂബ് ചാനൽ വഴി ആരാധനകൾ വിശ്വാസികളിൽ എത്തിക്കുവാൻ നാം ശ്രമിക്കുകയും ചെയ്യുകയാണല്ലോ. സഭയിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടി വരുവാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ ഒരു സഭാദിന സ്തോത്ര ആരാധന ഇപ്രകാരം ക്രമീകരിക്കുവാൻ ഇടയാക്കിയ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ ദിനത്തിൽ നമ്മെ പ്രചോദിപ്പിക്കുന്ന സന്ദേശം നൽകുന്നത് നമുക്കേവർക്കും ഏറ്റവും പ്രിയങ്കരനായ റവറൻ ജി സോമൻ അച്ഛൻ അവർകളാണ്. ദക്ഷിണ കേരള മഹായിടവകയിൽ നിന്നും ഡിസ്ട്രിക്ട് ചെയർമാനായി വിരമിച്ച അച്ഛൻ നമ്മുടെ ഇടവകയിൽ 5 വർഷക്കാലം സഭാ ശുശ്രൂഷകനായി സേവനം അനുഷ്ഠിച്ചു. ഇന്നത്തേക്ക് ആവശ്യമായ സന്ദേശം ബഹുമാനനായ അച്ഛൻ ഈ അവസരം നൽകുന്നതാണ്. കർത്താവിൽ പ്രിയ സഭയെ, മംഗലത്തുകോണം സഭയുടെ 135-ാം സഭാദിന സന്തോഷത്തിൽ നിങ്ങളോടൊപ്പം പങ്കുകൊള്ളുവാൻ എനിക്ക് കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. 134 വർഷത്തെ ചരിത്രം നാം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതകരമായ വളർച്ച, അനുഗ്രഹങ്ങൾ എല്ലാം സിദ്ധിച്ചതായി നമുക്ക് കാണാം. കർത്താവിനെ കണ്ടെത്തിയത് മുതൽ പിതാക്കന്മാർക്കുണ്ടായ പുതിയ ദർശനവും പ്രത്യാശയും അവർക്ക് ആവേശകരമായ ഉത്തേജനം നൽകി. ആ അനുഭവത്തിൽ അവർ സഭയുടെ കൂട്ടായ്മയിലെ സന്തോഷത്തോടൊപ്പം അധ്വാനത്തിലും ഉത്സുകരായി. ദൈവത്തിൻ്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൂഹമായി വളർന്നു ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മെ എത്തിച്ചേർക്കുവാൻ കൊണ്ടയാക്കി. ജീവിതത്തിൽ നാം പഴയ ചരിത്രങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പുതിയ ചരിത്രം സൃഷ്ടിക്കുവാൻ്റെ കോണം ഉള്ള പ്രചോദനം അതിലൂടെ നാം ആർജിക്കേണ്ടതാണ്. നാമും വളരെ പ്രയത്നിച്ച് ദൈവാശ്രയത്തോടെ ജീവിക്കുന്നതിലൂടെ അടുത്ത തലമുറകളെ ഉയർന്ന നിലവാരങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട്, പ്രത്യാശയിലേക്ക് നയിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഇന്ന് ലോകം കൊറോണയുടെ ഭീതിയിലാണ്. നാളെ എന്താകും എന്നതിനെക്കുറിച്ചുള്ള ഒരു രൂപവും കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. മനുഷ്യൻ്റെ ബലഹീനതയും അവൻ്റെ കഴിവിൻ്റെ പരിമിതികളും
ഇപ്പോൾ വ്യക്തമാക്കപ്പെടുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് സ്വസ്നേഹികളും ആശ്രയക്കാരും ആയിരുന്ന മനുഷ്യ സമൂഹത്തിന് ദൈവത്തെങ്കിലേക്ക് നോക്കി ശരണപ്പെടുവാനുള്ള പുതിയൊരു പ്രചോദനം ഈ കാലഘട്ടത്ത് ലഭ്യമാകുന്നുണ്ട്. കഷ്ടത അത് സുവിശേഷത്തിലൂടെ ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ജീവിത ശൈലിയാണ്. സുഖകരമായ സന്തോഷപ്രദമായ അധ്വാനങ്ങളില്ലാത്ത ഒരു ജീവിതമല്ല. ജീവിതത്തിൽ അനുഭവമായി തീരുന്ന കഷ്ടതകൾ നേരിട്ടുകൊണ്ടും അവിടെയെല്ലാം പടിപടിയായി വിജയം വരിച്ചുകൊണ്ടും മുന്നേറുന്ന ഒരു വഴിയാണ് ക്രിസ്തു നമുക്ക് സുവിശേഷത്തിലൂടെ വെളിപ്പെടുത്തി തന്നത്. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ അത് ക്രൂശിലൂടെയാണ് പൂർത്തീകരിക്കപ്പെട്ടത്. കഷ്ടത കൂടാതെയുള്ള ഒരു ജീവിതമല്ല. അവിടുത്തെ സഭയ്ക്ക് വാഗ്ദാനം ചെയ്തതും ഇടുക്കവും ഞെരുക്കവുമുള്ള പാതയിലൂടെയുള്ള പ്രയാണമാണ്. അതുകൊണ്ട് അപ്പോസ്തലന്മാരും സഭയും അവയെ നേരിട്ടുകൊണ്ട് കഷ്ടതകളെ അതിജീവിച്ചുകൊണ്ട് ലോകത്തിന് അനുഗ്രഹം പകരുന്ന, പ്രത്യാശ പകരുന്ന ഒരു ജീവിതമാണ് കാഴ്ചവെച്ചത്. കൊറോണ കാലഘട്ടം നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കാൻ കാരണമായി തീരട്ടെ. കൊറോണ കാലഘട്ടം മാറ്റങ്ങളുടെ കാലഘട്ടമാവണം. ഇപ്പോൾ മനുഷ്യന് പ്രകൃതിയോടും മനുഷ്യരോടും അയൽക്കാരനോടും സുഖകരമായ ജീവിതത്തോടുള്ള വീക്ഷണങ്ങളിലെല്ലാം വ്യത്യാസം വന്നിരിക്കുന്നു. എൻ്റെ സമ്പത്താണ് എൻ്റെ സുഖം എന്ന് ധരിച്ചിരുന്ന ആ അനുഭവം മാറി മറ്റുള്ളവരുടെ സമൂഹത്തിൻ്റെ സുഖമാണ് എൻ്റെ ഈ സുഖം എന്ന് മാറി ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് വാസ്തവത്തിലൊരു ഗുണകരമായ നീക്കമാണ്. യെശയ്യാപ്രവചനം 60-ാം അധ്യായം 1-ാം വാക്യത്തിൽ എഴുന്നേറ്റ് പ്രകാശിക്കുക, എൻ്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. ഇരുളിലിരുന്ന ഒരു സമൂഹത്തോടാണ്, അടിമത്തത്തിലിരുന്ന ഒരു സമൂഹത്തോടാണ്, ജീവിതത്തിൻ്റെ മുമ്പിൽ ശൂന്യത കണ്ടുകൊണ്ടിരുന്ന ഒരു സമൂഹത്തോടാണ് ഈ പ്രവചനം അന്ന് പ്രവാചകൻ ഘോഷിച്ചത്. തുടർന്നുള്ള അവരുടെ പ്രയാണത്തിൽ പ്രകാശത്തിൻ്റെ, നന്മയുടെ, സ്വാതന്ത്ര്യത്തിൻ്റെ ഒക്കെ അനുഭവങ്ങൾ സ്വന്തമാക്കാനായിട്ട് സാധിച്ചു. ഇന്നും പലവിധ ഭീതികളിലും ഭാരങ്ങളിൽ വിരിക്കുന്ന ജനതയ്ക്ക് പ്രചോദനം നൽകുന്ന വചനമാണ് ഇത്. ഈ കാലഘട്ടത്തിൽ നിരാശരായി തലകുനിച്ചിരിക്കുന്ന ഒരവസ്ഥയല്ല, എഴുന്നേറ്റ് ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരനുഭവമാണ് ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും അതുണ്ടാവണം. തന്നെ കൊണ്ട് ഒന്നും കഴിയുകയില്ല എന്നുള്ള ചിന്ത മാറിയിട്ട് ക്രിസ്തു മുഖാന്തരം സകലത്തിനും സാധിക്കും എന്ന കരുത്തോടെ മുമ്പോട്ട് ഗമിക്കുമ്പോൾ നിശ്ചയമായിട്ടും വിജയകരമായ, അനുഗ്രഹകരമായ അനുഭവങ്ങളെ ആസ്വദിക്കുവാനായിട്ട് കഴിയും. സഭയ്ക്ക് വളരെ ചിന്തിക്കുവാനുള്ള ദിവസങ്ങളാണിവ. ഈ കഴിഞ്ഞ 134 വർഷങ്ങളിലൂടെ നടത്തിയ ദൈവം, പിതാക്കന്മാരെ നടത്തിയ ദൈവം ഇത്ര അനുഗ്രഹങ്ങളെ പകർന്നിരിക്കുമ്പോൾ നമ്മയും ആ ദൈവം അതിശയകരമായ വിധം ഉപയോഗിക്കും എന്ന പ്രത്യാശയോടെ അവിടുത്തെ കരങ്ങളിൽ ഫലമേൽപ്പിക്കാം. പുതിയ അവസരങ്ങൾ, പുതിയ ശക്തിയോടും കാഴ്ചപ്പാടുകളോടും മാറ്റത്തിൻ്റെ തൃഷ്ണയോടും കൂടെ മുമ്പോട്ട് പോകാൻ തക്കവണ്ണം പ്രത്യേകമായി പരിശ്രമിക്കാം. ഈ സഭയ്ക്ക് തുടർന്നുള്ള ഈ പ്രവർത്തനത്തിനുള്ള എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കിപ്പോൾ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തി
സ്തോത്രഗാനം ആലപിച്ച് കർത്താവിന് നന്ദി കരയറ്റാം. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ കരുതി എന്ന് പാട്ടുകാരൻ പറയുന്നത് പോലെ ദൈവസന്നിധിയിൽ നമ്മെ സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവം ചെയ്ത സകല നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. വിശ്വാസത്തോടുകൂടെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവകൃപാലുവും മനസ്സിലുള്ളവനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഏറ്റവും അനുഗ്രഹീതമായ ഈ സഭാദിനം കാണുവാൻ, ഈ സഭയുടെ ജന്മദിനം ഞങ്ങൾക്ക് ആഘോഷിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടെ നിടയാക്കിയിരിക്കുന്ന വൻകൃപയ്ക്കായി നന്ദിയോടുകൂടെ സ്തോത്രം 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 ചെയ്യുന്നു. കഴിഞ്ഞ 134 വർഷം ഈ ആലയത്തെ ഈ ദേശത്തിൻ്റെ വെളിച്ചമായി ഈ സ്ഥലത്ത് ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ആ കൃപയ്ക്കായി സ്തോത്രം. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ആലയം സകല ജനങ്ങൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് തിരുവചനത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ അനേക പ്രിയപ്പെട്ടവർക്ക് ഈ ആലയത്തിനോടുള്ള ആശ്വാസവും നന്മയും ദൈവകൃപയും സമാധാനവും സൗഖ്യവും അനുഭവിപ്പാൻ അവിടെ നിടയാക്കിയല്ലോ. നന്ദിയോടുകൂടി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഈ ദൈവാലയത്തിൽ ആരെല്ലാം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി കരഞ്ഞുവോ അവർക്കെല്ലാം ദൈവം ഉത്തരം നൽകിയതുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കാലാകാലങ്ങളിൽ വിശുദ്ധ സ്നാനം സ്വീകരിച്ച് സഭയുടെ അംഗങ്ങളായി ചേർന്ന എല്ലാ ദൈവമക്കളെയും ഞങ്ങൾ ഈ അവസരം ഓർക്കുന്നു. വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷയിലൂടെ കർത്താവെ അവിടുത്തെ ശരീരത്തിലെ അവയവങ്ങളും ദൈവരാജ്യത്തിന് അവകാശികളുമായി മുദ്രയിടപ്പെട്ട എല്ലാ ദൈവമക്കൾക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. കാലാകാലങ്ങളിൽ ഈ സഭയിൽ ശുശ്രൂഷ അർപ്പിച്ച എല്ലാ പട്ടക്കാരെയും സഭാ ശുശ്രൂഷകന്മാരെയും ഞങ്ങൾ ഈ അവസരം ഓർക്കുന്നു. അവരുടെ സ്തുത്യർഹമായ സേവനങ്ങൾക്കായി ദൈവസന്നിധിയിൽ ഞങ്ങൾ നന്ദി കരയറ്റുന്നു. പരിശുദ്ധ പിതാവേ, ഈ ആലയത്തിൽ കാലാകാലങ്ങളിൽ സഭാ കമ്മിറ്റികൾക്ക് നേതൃത്വം കൊടുത്ത എല്ലാ ദൈവമക്കളെയും ഞങ്ങൾ നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഈ സഭയിൽ കപ്പ്യാർമാരായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ, അതുപോലെ ഇതര സംഘടനകളുടെ ഭാരവാഹികളായി പ്രവർത്തിച്ചവർ, കൊയറിൻ്റെ സാരഥികളായി പ്രവർത്തിച്ച ആ ദൈവമക്കൾ, മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഈ അവസരം നന്ദിയോടുകൂടെ ഓർക്കുകയും ദൈവത്തിന് സ്തോത്രം കരയേറ്റുകയും ചെയ്യുന്നു. ഈ കാലയളവിൽ സഭയുടെ വ്യത്യസ്ത ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാ അവിടുത്തെ മക്കളെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കൃപയും സമാധാനവും എല്ലാവരുടെ മേൽ പകരണമേ. ഞങ്ങളുടെ സഭയിലെ മുഴുവൻ കുടുംബങ്ങളെയും ഈ അവസരം ഓർക്കുകയും ദൈവത്തിന് സ്തോത്രം കരയേറ്റുകയും ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങളെ സഭാദിന സന്ദേശത്തിലൂടെ ആവശ്യമായ പ്രചോദനം നൽകി പ്രോത്സാഹിപ്പിച്ച അങ്ങയുടെ ദാസന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ശ്രവിച്ച സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിന്
സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും ശക്തിയും കരുത്തും പ്രദാനം ചെയ്യുന്നതായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ ദൈവമായി, ഞങ്ങളുടെ കർത്താവായി, ഞങ്ങളുടെ പരിപാലകനായി എന്നും കൂടെയുള്ള കൃപയ്ക്കായി സ്തോത്രം. ഇന്നലകളിൽ നടത്തിയ ദൈവം ഇനിയും ഞങ്ങളെ ഏറ്റവും അത്ഭുതകരമായി കരം പിടിച്ച് നടത്തി അവിടുന്ന് പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ കൂടാതെ ഞങ്ങൾക്കൊരു നിമിഷവും ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ കഴിയുകയില്ലല്ലോ. ഈ നാളുകളിൽ ലോകം മുഴുവനും ഭീതിയിൽ കഴിയുമ്പോൾ കർത്താവെ, ഈ കോവിഡ് എന്ന് പറയുന്ന രോഗത്തെ ഈ ഭൂമിയിൽ നിന്ന് കർത്താവ് പൂർണ്ണമായി തുടച്ചു മാറ്റി പൂർണ്ണ സമാധാനവും ആശ്വാസവും ലോകത്തെല്ലായിടത്തും അവിടുന്ന് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയുടെ കരങ്ങളിൽ അടിയങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം. അവിടെ ഞങ്ങളുടെ ആലയത്തെ അനുഗ്രഹിക്കുന്നതുകൊണ്ട് സ്തോത്രം. സമാധാനത്തിന് ദൈവം അത്ഭുതമായി ഞങ്ങളുടെ വഴി നടത്തുമാറാകണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. സഭയുടെ നാഥനും കർത്താവുമായ യേശു മിശിഹായെ ലോകം നിന്റെ നാമത്തിൽ വിശ്വസിക്കേണ്ടതിന് അങ്ങയുടെ വിശ്വസ്ത ശിഷ്യരെ ഒരു ശരീരമായി കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നുള്ള കൽപ്പനയെ ഓർത്ത് പ്രവർത്തിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപ നാം ഓരോരുത്തരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.